ഹലോ നമസ്കാരം. മഴതോരും മുമ്പേടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ രോഹിത്തിനെ പോലീസ് കേസിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഹരിയും രോഹിത്തിനെയൊക്കെ റേപ്പ് കേസിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് രോഹിത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് അലീന ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അലീന ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. രോഹിത്ത് തെറ്റുകാരനല്ല എന്ന് അറിഞ്ഞതിന് ശേഷം രോഹിത്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അവനെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ശരണ്യെ റേപ്പ് ചെയ്തതിൻ്റെ ആ ഒരു കേസിൽ നമ്മുടെ രോഹിത്തും ഹരിയും കൂട്ടാളികളും ഒക്കെ അറസ്റ്റിലാവുന്നുണ്ട്. അതായത് നമ്മുടെ ഹരിയുടെ ഗേൾ ഫ്രണ്ടാണ് ശരണ്യ. ഹരിയുടെ ഗേൾ ഫ്രണ്ടിനെ ശരണ്യെ അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ അവൻ്റെ കാര്യം സാധിക്കാനൊക്കെ. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അവസാനം ഹരി ഒരു റിസോർട്ടിലേക്ക് കൊണ്ടുപോവുകയും റേപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാട്ടോ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ലിങ്ക്. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യാണ് ഹരിയെയും രോഹിത്തിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ. അങ്ങനെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കുന്നുണ്ട്. ഈ ശരണ്യയുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോളനി കേട്ടോ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര സ്നേഹത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അടുത്തുള്ളവരൊക്കെ ഭയങ്കര സ്നേഹത്തിൽ ജീവിക്കുന്നതാണ്. ശരണ്യയ്ക്ക് ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ശരണ്യയുടെ ഈ ഒരു അവസ്ഥയിൽ എല്ലാവരും തകർന്നു പോവുകയാണ്. ശരണ്യയുടെ ഈ അവസ്ഥയിൽ എത്തിച്ച എല്ലാത്തിനെയും പോലീസിൽ പിടിപ്പിക്കണം, ഇതൊരു കേസാക്കണം എന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു കേസാക്കുകയും എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രോഹിത്തും ഹരിയും പോലീസ് പിടിയിലാവുകയാണ്. അങ്ങനെ അവർ റിമാൻഡിലായി ജയിലിലാവുന്നുണ്ട്. അങ്ങനെ കോടതിയിലേക്ക് ഹാജരാക്കുമ്പോൾ അവരെ റിമാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഹരിയും രോഹിത്തും ഉള്ളത്. അങ്ങനെ പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന രോഹിത്തിനെയും ഹരിയെയും കാണാനായിട്ട് ബാലചന്ദ്രൻ ചെല്ലുന്നുണ്ട്. ബാലചന്ദ്രനും അലീനയും കൂടിയിട്ടാണ് ചെല്ലുന്നത് കേട്ടോ. അതായത് രോഹിത്തിന് അച്ഛനെ കാണണം എന്ന് വാശി പിടിച്ചത് കൊണ്ടാണ് ബാലചന്ദ്രൻ ചെല്ലുന്നത്. കാരണം കടുത്ത അപമാനത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. കമലയൊക്കെ ആണെങ്കിൽ ആകെ തകർന്നു പോയേക്കാണ് ഹരിയുടെ ഒരു പ്രവൃത്തിയിൽ. മനുവൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നത്തിലാട്ടോ. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നത് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ ഹരി അല്ലെങ്കിലും പോക്ക് കേസാണെന്ന് മനുവിനും അറിയാം. പക്ഷേ ഇത്രയും അധപ്പതിച്ച് പോകുമെന്നൊന്നും അറിയത്തില്ല. ആർക്കും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഹരി എല്ലാവരെയും കൊണ്ടെത്തിച്ചേക്കുന്നത്. ഇതിങ്ങനെ കേസാകുമെന്നോ ഒന്നും അറിയത്തില്ല. ഇപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുപ്പിച്ചത് തന്നെ എന്തിനാണ്? അവൾ പോയി കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവൾ കേസ് കൊടുത്തു. എന്താണെങ്കിലും വേണ്ടില്ല, കേസ് കൊടുക്കുകയാണ് ചെയ്തത്. എല്ലാവരും കൂടിയിട്ട് കേസ് കൊടുത്തു. അങ്ങനെയാണ് ഇവർ പിടിയിലായത്. അപ്പോൾ രോഹിത്തിനാണെങ്കിൽ രോഹിത്ത് ഇങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു പീഡനമൊന്നും നടത്തിയിട്ടില്ല. അവ തെറ്റിൽ പങ്കാളിയായി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അച്ഛനെ കണ്ട് സത്യങ്ങളൊക്കെ തുറന്ന് പറയണം എന്നുള്ള രീതിയിൽ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ട് ആരും വക്കീലിനെ വെക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല. കമലയാണെങ്കിൽ ശിവേട്ടനോട് മനുവിനോടൊക്കെ അപേക്ഷിക്കുന്നുണ്ട് കേട്ടോ. മനു അടുക്കുന്നേ ഇല്ല. എന്നെ കൊണ്ട് പറ്റത്തില്ല അമ്മേ, അമ്മ വേണമെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അമ്മയുടെ ആങ്ങളെ രാഷ്ട്രീയത്തിലല്ലേ, രാഷ്ട്രീയത്തിൽ നല്ല പിടിപാടുണ്ടല്ലോ, കേസ് ഒതുക്കി തീർക്കാൻ പറ്റുമല്ലോ. ഒരു പെണ്ണിൻ്റെ മാനമല്ലേ നശിപ്പിച്ചേക്കുന്നത്. അമ്മ ഇങ്ങനെയല്ലേ മോനെ വളർത്തിയേക്കുന്നത്. ഈ മോനെ കണ്ടുപിടിക്കാനല്ലേ അമ്മ എന്നോട് പറഞ്ഞേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മനു നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കമലയ്ക്ക്. കമലയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല, എൻ്റെ ഹരി പാവാണ്, അവനൊരിക്കലും അത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടാട്ടോ. അങ്ങനെ കമലയ്ക്ക് നല്ല മറുപടി മനു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. നമ്മുടെ ശിവേട്ടനും ഉണ്ട്, അതുപോലെ കമലയും ഉണ്ട്, നമ്മുടെ ബാലചന്ദ്രനും ഉണ്ട്, അലീനയും കൂടെ ചെന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടിയാണ്, മനു ഉണ്ട് ചെന്നിട്ടുണ്ട്, എല്ലാവരും കൂടിയാണ് ചെന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഹരിയാണെങ്കിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. ഒന്നും സംഭവിക്കുക, എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു വിഷയമല്ല എന്നുള്ള രീതിയിലാണ് ഹരി നിൽക്കുന്നത്. രോഹിത്താണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത്. രോഹിത്തിന് ഭയങ്കര പേടിയുണ്ട്. രോഹിത്ത് ബാലചന്ദ്രൻ്റെ അടുത്തൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ സോറി അച്ഛാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ, ഈ ഹരി എന്നെ പെടുത്തിയതാണ് അച്ഛാ, എന്നെ വിശ്വസിക്കച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ഒരു കുലുക്കമല്ല കേട്ടോ. അപ്പോൾ രോഹിത്താണെങ്കിൽ അവസാന ഇതെന്ന പോലെ അലീനയോട് പറയുന്നുണ്ട്, അലീന പ്ലീസ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഒന്ന് വിശ്വസിക്ക്, ഹരി വിളിച്ചത് പ്രകാരം ഞാൻ അങ്ങോട്ടേക്ക് പോയതുള്ളൂ എന്ന് പറയുമ്പോൾ അലീനയും അവനെ വിശ്വസിക്കുന്നില്ല. കാരണം ഇവൻ തെറ്റ് ചെയ്തു എന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം. കാരണം ഒരു തവണ അലീനയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതാണല്ലോ, ഹരിയും രോഹിത്തും കൂടെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇവർ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ രോഹിത്ത് കാല് പിടിച്ച് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ, ഈ ഹരി എന്നെ പെടുത്തിയതാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടേ ഇല്ല, എന്നെ ഭീഷണിപ്പെടുത്തി അവിടെ കൊണ്ടുപോയതാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് പറയുമ്പോൾ അലീനയ്ക്ക് അതിലെന്തോ സത്യമുള്ളതായിട്ട് തോന്നുകയാണ്. അപ്പോൾ അലീന ബാലചന്ദ്രനെ അച്ഛ എന്ന്
എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ മിണ്ടാതിരിക്കെ, ഇവിടെ വെച്ചൊന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് അലീനയെ മിണ്ടാതിരുത്തുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ രോഹിത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര സങ്കടവും വരുന്നുണ്ട്. രോഹിത്ത് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ കരയാണ്. അലീന പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കും, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഈ ഹരി എന്നെ കൊണ്ടുപോയി പെടുത്തിയതാണ് എന്നൊക്കെ പറയുമ്പോൾ കമൽ അവിടെ ദേഷ്യപ്പെടുകയാണ്. ഹരി നിന്നെ കൊണ്ടുപോയി പെടുത്തിയതാണെന്നോ? എൻ്റെ മോനെ കൊണ്ടുപോയി വഷളാക്കിയത് മുഴുവൻ നീയാണ്, എന്നിട്ട് നീ എൻ്റെ മോനെ പ്രതിയാക്കുന്നു എന്നൊക്കെ ചോദിച്ച് കമല ദേഷ്യപ്പെടുമ്പോൾ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ഇതൊരു പോലീസ് സ്റ്റേഷനാണ്, ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് മനു വഴക്ക് പറയാണ്. ആ സമയത്ത് ഹരിയാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല, ആരെയും നോക്കുന്നില്ല കേട്ടോ. പോലീസ് അവരിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഹരി ഉള്ള സത്യം പറയുന്നുണ്ട്. ഞാൻ ആണ് ശരണ്യെ കൂട്ടിക്കൊണ്ടുപോയത്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ രോഹിത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഹരി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ അലീനയും ബാലചന്ദ്രനും ഷോക്കാവണം. അപ്പോൾ രോഹിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, കേട്ടോ അച്ഛാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ, എന്നെ രക്ഷിക്ക് പ്ലീസ് അച്ഛാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ അടുക്കുന്നില്ല കേട്ടോ. കാരണം ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു ക്രൈമിൽ പങ്കാളിയായല്ലോ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര പാവം തോന്നുകയാണ് ഇങ്ങനെ രോഹിത്തിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ ചിലപ്പോൾ രോഹിത്ത് പറയുന്നത് ശരിയായിരിക്കും എന്ന് പറയുമ്പോൾ ശരിയായിരിക്കാം, പക്ഷെ അവൻ ഇതിൽ പങ്കാളിയാണ്, പിന്നെ അവൻ എന്തിനാണ് അവരുടെ കൂടെ പോയത്, അതുകൊണ്ട് അവനെ രക്ഷിക്കാനൊന്നും പറ്റത്തില്ല, നമ്മളിനി വിചാരിച്ചാലും നടക്കത്തില്ല. കാരണം ആ പെൺകൊച്ച് പരാതി കൊടുത്തേക്കാണ്, ഇത്ര ആൾക്കാരുടെ പേരുകൾ അടക്കം പറഞ്ഞ് പരാതി കൊടുത്തേക്കാണ്, അതിൽ നിന്ന് നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ അലീന അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും രോഹിത്തിനെ രക്ഷിക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് അലീന പറയുന്നുണ്ട്, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അച്ഛാ, എങ്ങനെയെങ്കിലും രോഹിത്തിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറയുമ്പോൾ നിന്നെക്കൊണ്ട് പറ്റുമോ മോളെ എന്ന് ചോദിക്കുകയാണ്. എന്നെക്കൊണ്ട് പറ്റും അച്ഛാ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന ചെയ്യുന്നത് നമ്മുടെ ശരണ്യെ കാണാനായിട്ട് പോവുകയാണ്. ശരണ്യെ കാണാനായിട്ട് ഒരു ഓട്ടോയിലാണ് അലീന പോകുന്നത്, അവളുടെ ആ കോളനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ശരണ്യ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തുന്ന സമയത്ത് ആ ഓട്ടോക്കാരനോട് അലീന പറയുന്നുണ്ട്, ആ ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങോട്ടേക്ക് എന്തിനാണ് വന്നത്, ഇവിടെ വലിയ പ്രശ്നമുള്ള ഒരു ഏരിയയാണ്, ഇവിടെ നിന്ന് പെട്ടെന്നൊന്നും അങ്ങോട്ട് തിരിച്ചു പോകാനൊന്നും പറ്റത്തില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നാൽ ഓട്ടോക്കാരൻ ആദ്യമേ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, ചേട്ടൻ ഇവിടെ നിന്ന് പോവരുത്, പെട്ടെന്ന് എനിക്ക് പോരേണ്ടി വന്നാൽ ഞാൻ പറയുന്ന ആ നിമിഷം തന്നെ വണ്ടി എടുത്ത് വിട്ടോളണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. ശരി മോളെ, നീ പോയിട്ട് വാ. അപ്പോൾ അലീനയ്ക്ക് പരിചയമുള്ള ഒരു ഓട്ടോക്കാരനാണ് കൂട്ടി പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ശരണ്യയുടെ വീട് ചോദിക്കുന്നുണ്ട് ഒരാളോട്. അപ്പോൾ ശരണ്യയുടെ വീട് ചോദിക്കുമ്പോൾ തന്നെ ആൾക്കാർ കൂടുന്നുണ്ട് കേട്ടോ, ആരാ എന്താന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവളുടെ ഒരു കൂട്ടുകാരിയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരിയാണോ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വല്ല പത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ വല്ല ന്യൂസുകാരോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശരണ്യയുടെ വീട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ വീടിൻ്റെ മുന്നിൽ ഓട്ടോ നിർത്തിയിട്ട് അലീന പറയുന്നുണ്ട്, ചേട്ടാ വണ്ടി ഓണാക്കി തന്നെ ഇട്ടേക്കണം കേട്ടോ, എപ്പോൾ വേണമെങ്കിലും ഞാൻ ഇറങ്ങി വരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന വീട്ടിലേക്ക് കയറിയിട്ട് അവിടെ ശരണ്യെ കാണാനായിട്ട് പോവാണ്. അപ്പോൾ ശരണ്യെ കാണുന്ന സമയത്ത് ശരണ്യക്ക് ഇങ്ങനെ അലീനയെ പരിചയമില്ലല്ലോ, അപ്പോൾ കൂട്ടുകാരിയാണ് എന്നും പറഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ശരണ്യയുടെ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ പുറത്തൊരാൾ പറയുന്നുണ്ട്, ശരണ്യയുടെ കൂട്ടുകാരിയാണെന്നാണ് പറഞ്ഞത് എന്ന് പറയണേ. അപ്പോൾ കൂട്ടുകാരിയോ, ഏത് കൂട്ടുകാരി, നിൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അലീന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ പെട്ടിരിക്കുന്നത് രോഹിത്തും ഹരിയൊക്കെ ആണല്ലോ, അവരുമായിട്ട് യാതൊരു കണക്ഷനും ഉള്ള ഒരു പേരല്ലല്ലോ അലീന എന്നുള്ളത്. അപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ശരണ്യയുടെ അടുത്തേക്ക് കൊണ്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൊണ്ടുപോയി അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് ശരണ്യ ഇങ്ങനെ ആകെ അതിശയിച്ച് നോക്കണം, ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ കൂട്ടുകാരിയല്ലേ, നിൻ്റെ കൂട്ടുകാരിയാണെന്നാണല്ലോ പറഞ്ഞത് എന്ന് അവളുടെ ചേട്ടൻ പറയുമ്പോൾ, എനിക്ക് അറിയത്തില്ല, ഇത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയാണ് ശരണ്യ. സത്യം പറ, നീ ആരാണെന്ന് അപ്പോൾ അലീനയോട് അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീന സത്യം പറയാണ്, ഞാൻ രോഹിത്തിൻ്റെ ചേച്ചിയാണ് എന്ന് പറയാണ്. അത് കേട്ടതും ശരണ്യ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. ചേട്ടാ ഇത് എന്നെ ഉപദ്രവിക്കാൻ വന്ന ശരണ്യ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവളുടെ ചേട്ടനൊക്കെ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നത്, എന്താ മോളെ എന്ത് പറ്റി, ഇതാ രോഹിത്തിൻ്റെ ചേച്ചിയാണ് ചേട്ടാ എന്ന് പറഞ്ഞ് ശരണ്യ അവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ്. അലീന ആകെ പകച്ചു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ഇവിടെ സംഭവിക്കാമെന്ന് അറിയാത്ത ആകെ ഒരു പകപ്പാണ് അലീനയ്ക്ക് കേട്ടോ. അപ്പോൾ അലീന പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് ശരണ്യയുടെ ചേട്ടൻ വന്നിട്ട്, എടാ വാടാ, ഇത് ആ പീഡനവീരൻ്റെ ചേച്ചിയാണ് ഈ വന്നേക്കുന്നത്, ഇത് വക്കാലത്തുമായിട്ട് വന്നേക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട്. അലീന പേടിച്ചു പോകണം, ഇങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും. അലീന പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് ആ ഓട്ടോയിൽ കയറാണ്.
ചേട്ടാ വേഗം വിട്ടോ ഇവിടെ നിൽക്കില്ല ചേട്ടാ എന്ന് പറയുമ്പോൾ എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ചേട്ടാ വേഗം വിട്ടോ, ഇവിടെ വണ്ടി എവിടെ നിർത്തല്ലേ ചേട്ടാ, വേഗം വണ്ടി വിട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് അലീന പെട്ടെന്ന് ഓട്ടോക്കാരനോട് വിട്ട് പോകാൻ പറയണം. ഈ ശരണ്യയുടെ ചേട്ടനും ആൾക്കാരും കൂടി ഓടി വരുമ്പോഴേക്ക് ഓട്ടോ വേഗം പോകുന്നുണ്ട്. എല്ലാവരും കൂടെ ഓട്ടോയുടെ പുറകെ ഓടി പിടിക്കുന്നുണ്ട്, കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് എറിയാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്ക് ഓട്ടോ മുന്നിലേക്ക് പോവുകയാണ്. അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ഉള്ള ഒരവസ്ഥയിലാണ് അലീന അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പോൾ ശരണ്യയോട് സംസാരിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഓട്ടോയിൽ നിന്നിട്ട് അലീന ഇങ്ങനെ ദീർഘനിശ്വാസം വിടുമ്പോൾ മോളെ എന്താണ് അവിടെ സംഭവിച്ചത്, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേട്ടാ, അതൊരു ചെറിയൊരു പ്രശ്നമൊന്നുമല്ല, കുറച്ച് വലിയ പ്രശ്നം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. എന്നാലും മോളെ ഞാൻ ആദ്യമേ പറഞ്ഞതല്ല, അത് അത്ര നല്ല ഏരിയ ഒന്നുമല്ല, അവിടെ ഉള്ളവർ തമ്മിൽ ഭയങ്കര സ്നേഹവും സഹകരണമൊക്കെയാണ്. പക്ഷേ ഇടയ്ക്ക് അവിടെ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ബാക്കി വെച്ചേക്കത്തില്ല, അങ്ങനത്തെ ഒരു ഏരിയയാണ് അത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോൾ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയത് എന്ന് പറയുമ്പോൾ ചേട്ടാ ചിലപ്പോൾ ചേട്ടൻ ഒന്നുകൂടി വരേണ്ടി വരും കേട്ടോ എൻ്റെ കൂടെ അവിടെ, ഇപ്പോഴല്ല പിന്നീട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോളെ ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല, എനിക്ക് പേടിയാണ് എന്ന് പറയുമ്പോൾ ചേട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൂട്ടിയിട്ട് പോകും, അല്ല എനിക്ക് അവിടെ പോവാതെ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തുകയാണ്. വീട്ടിലെത്തുന്ന സമയത്ത് ബാലചന്ദ്രനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ഇനി നീ അങ്ങോട്ടേക്ക് പോവണ്ട, ഇനി ഈ പ്രശ്നത്തിൽ നീ തല വെച്ച് കൊടുക്കണ്ട, ലാസ്റ്റ് നിൻ്റെ ജീവിതം ഇല്ലാതായി പോകും എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അച്ഛാ, എനിക്ക് രോഹിത്തിനെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഞാൻ രോഹിത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കും, രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആ ശരണ്യ പറയുകയാണെങ്കിൽ രോഹിത്തിന് കോടതിയിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് പറ്റും എന്ന് പറയണം. അപ്പോൾ നീ എന്നാൽ ശ്രമിച്ചു നോക്ക്, പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളിലേക്കൊന്നും പോവണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന വീണ്ടും ശരണ്യയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. വീണ്ടും ചെല്ലുന്ന സമയത്ത് ഈ ശരണ്യയുടെ ചേട്ടൻ്റെ മുന്നിലേക്ക് തന്നെയാണ് എത്തുന്നത്. അപ്പോൾ അവർ വീണ്ടും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട, ആളുകളെ വിളിച്ചുകൂട്ടി എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് ശരണ്യയോട് ഒരു 10 മിനിറ്റ് സംസാരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നത്, ഞങ്ങളുടെ കൊച്ചിൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നത്, നിൻ്റെ അനിയനല്ലേ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ ശരിയാണ്, നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും ഞാൻ വാങ്ങിച്ചോളാം, നിങ്ങൾ എന്നെ തല്ലി കൊല്ലി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ഒരു 10 മിനിറ്റ് ഞാൻ ശരണ്യയോട് ഒന്ന് സംസാരിച്ചോട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാണ് അലീന. അപ്പോൾ ഇത്രയൊക്കെ സംസാരിച്ചപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ശരി അവൾ അലീന ശരണ്യ മോളോട് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരണ്യയുടെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോൾ അവളെ ഒറ്റയ്ക്ക് സംസാരിക്കാനായിട്ട് വിടണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശരണ്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശരണ്യയുടെ അമ്മയും അതുപോലെ ചേട്ടനും കൂടി ചെല്ലുന്നുണ്ട്. അങ്ങനെ ശരണ്യയോട് ചോദിക്കുന്നുണ്ട്, മോളെ എനിക്ക് നിൻ്റെ ഈ അവസ്ഥയിൽ ഒരുപാട് സങ്കടമുണ്ട്, നിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചവർക്ക് എതിരെ തന്നെയാണ് ഈ ചേച്ചിയും നിൽക്കുന്നത്, പക്ഷേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ചേട്ടാ ഇവരോട് പോവാൻ പറ, എനിക്ക് ഇവരോട് ഒന്നും പറയാനില്ല ചേട്ടാ എന്ന് പറയാണ് ശരണ്യയുടെ ചേട്ടനോട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ ഒരു 5 മിനിറ്റ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ മാത്രമേ ഉള്ളൂ, മോള് വേദനിപ്പിക്കുന്ന ഒന്നും തന്നെ ഞാൻ ചോദിക്കത്തില്ല, രണ്ട് വിവരങ്ങൾ എനിക്ക് അറിയാനുള്ളൂ, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് എന്ന് പറയാണ്. മോൾക്ക് എന്ത് ആവശ്യത്തിനും ഈ ചേച്ചിയുണ്ട് കൂടെ, എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, നിങ്ങൾക്ക് ഒരു കുറവ് വരാതെ ഞാൻ നോക്കിക്കോളാം, നിങ്ങളെ ഒരു പ്രശ്നവും വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അലീന. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും ചോദിച്ചോളൂ, അവൾ പറഞ്ഞോളും എന്ന് പറയണം. അപ്പോൾ അലീന ചോദിക്കുന്നത്, ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല മോളെ, എനിക്കറിയാം മോള് ഹരിയാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ എന്നറിയാം എന്ന് പറയാട്ടോ. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ശരണ്യക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇല്ല ഞാൻ ആ പേര് പറയുന്നില്ല, പക്ഷേ എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി മോളെ, രോഹിത്തിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ, രോഹിത്ത് മോളെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ ശരണ്യ, അതെ എല്ലാവരും ചേർന്നാണ് എന്നെ ഉപദ്രവിച്ചത്, മോളൊന്ന് ഓർത്ത് നോക്കി, രോഹിത്ത് മോളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ വീണ്ടും ചോദിക്കുകയാണ് അലീന. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, എല്ലാവരെയും എന്നെ ഉപദ്രവിച്ചു, എല്ലാത്തിനും ഞാൻ കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളൊന്ന് ശരിക്ക് ഓർത്ത് നോക്ക്, സത്യസന്ധമായിട്ട് പറ, എനിക്ക് യാതൊരു കുഴപ്പമില്ല, മോള് പറയുന്നത് എന്താണോ അത് ഞാൻ വിശ്വസിക്കും, കാരണം മോളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ചേക്കുന്നത്, അതുകൊണ്ട് എന്ത് വന്നാലും മോളുടെ കൂടെ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്, ഞാനും എൻ്റെ വീട്ടുകാരും ഒക്കെ നിൽക്കുന്നത് മോളുടെ കൂടെ തന്നെയാണ്, ഒരിക്കലും ക്രിമിനൽസിൻ്റെ കൂടെ നിൽക്കത്തില്ല, അത് സ്വന്തം അനിയനാണെങ്കിലും മകനാണെങ്കിലും ആരാണെങ്കിലും നിൻ്റെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ. പക്ഷേ ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, രോഹിത്ത് നിന്നെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയണം. അപ്പോൾ ആ സമയത്ത് അവളുടെ ചേട്ടനൊക്കെ ഭയങ്കര ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാത്തിനും ഞങ്ങൾ കൊടുക്കും, എല്ലാവരും അവൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ലാസ്റ്റ് ശരണ്യ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, രോഹിത്ത് എന്നെ ഒന്നും
ഒന്നും ചെയ്തിട്ടില്ല, രോഹിത് അവിടെ മാറി നിൽക്കുകയായിരുന്നു. ഹരിയാണ് രോഹിത്തിനെ കൊണ്ട് ഓരോന്ന് നിർബന്ധിച്ച് ഫോണിൽ എന്തൊക്കെയോ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. രോഹിത് എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, മോളെ നീ എന്തൊക്കെയാണ് പറയുന്നത്, അവരെല്ലാവരും നിന്നെ ഉപദ്രവിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേട്ടാ, അവൻ അവിടെ മാറി നിൽക്കുകയായിരുന്നു, അവനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഈ ഒരു കാര്യം അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ അലീന പറയുമ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൊച്ചിൻ്റെ ജീവിതം പോയില്ലേ, ഇനി അവളെ ഞാൻ എന്താ ചെയ്യേണ്ടത്, നീ പറ മോളെ, എൻ്റെ കൊച്ചിൻ്റെ ജീവിതം പോയില്ലേ, എല്ലാവരും കൂടിയിട്ട് എൻ്റെ കൊച്ചിനെ ഇല്ലാതാക്കി കളഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോൾ അലീനയും പെട്ടെന്ന് കരഞ്ഞു പോകട്ടോ. അമ്മ വിഷമിക്കേണ്ട, ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് സമാധാനിക്കാം. പക്ഷേ ഈ തെറ്റ് ചെയ്ത് ആരെയും നമ്മൾ വെറുതെ വിടത്തില്ല, എല്ലാവരെയും തക്ക ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക വേണം. എന്ത് സപ്പോർട്ടിനും ഞാനും കൂടെയുണ്ട്. എനിക്ക് എൻ്റെ അനുജൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവനും ഈ തെറ്റിൽ പങ്കാളിയാണ്, അതിനുള്ള ശിക്ഷ അവന് കിട്ടണം, അത് അവന് കിട്ടുക തന്നെ വേണം. പക്ഷേ എന്നാലും ഈ വലിയൊരു തെറ്റ് അവൻ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടം, അതുകൊണ്ടാണ് ഞാൻ വന്നതും അന്വേഷിച്ചതും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയുടെ ഈ പക്വമായിട്ടുള്ള സംസാരവും പെരുമാറ്റമൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഒരു മതിപ്പ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എങ്ങനെ മോളെ നീ ആ കുടുംബത്തിൽ ജനിച്ചത്, നീ ആ കുടുംബത്തിലൊന്നും ജനിക്കേണ്ട കുട്ടിയേ അല്ലല്ലോ, ഇത്ര നല്ല രീതിയിലാണ് നീ പെരുമാറുന്നത്, സംസാരിക്കുന്നത് എന്നൊക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഒരു തെറ്റ് ആർക്കും പറ്റും, പക്ഷേ ഇതൊരു ഇങ്ങനെ സ്ത്രീകളോടും കുട്ടികളോടൊന്നും ഇങ്ങനെ പെരുമാറുന്ന ആരെയും നമ്മൾ വെച്ച് പൊറിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർക്കൊക്കെ തക്ക ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ അലീന അവിടെ നിന്ന് എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ ഇനിയും വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ ബാലചന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീടും അലീന അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സ്നേഹത്തിലാണ് അലീനയും ശരണ്യയുടെ വീട്ടുകാരൊക്കെ തമ്മിൽ. ശരണ്യ ഒരു അനിയത്തിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് കേട്ടോ. അങ്ങനെ കേസൊക്കെ വാദിക്കുന്ന സമയത്ത് അലീന ചോദിക്കുന്നുണ്ട് ശരണ്യയോട്, മോള് രോഹിത്തിനെ സേവ് ആക്കൂ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് രോഹിത്ത് മോളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യയുടെ വീട്ടുകാരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ കേസ് വിളിക്കുന്ന സമയത്ത് ആരൊക്കെയാണ് ഉപദ്രവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് രോഹിത്തും അതിൽ ഉണ്ട് എന്നാണ് അവർ വാദിക്കുന്നത്. പക്ഷേ ഹരിയുടെ ഫ്രണ്ട്സുമാണ് തന്നെ ഉപദ്രവിച്ചത്, രോഹിത്ത് തന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ശരണ്യ പറയാം കേട്ടോ. അത് കേട്ടപ്പോൾ രോഹിത്തിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. രോഹിത്ത് അലീനയെ ഇങ്ങനെ നോക്കുകയാണേ. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, രോഹിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണം. അങ്ങനെ രോഹിത്തിനെ കോടതി വെറുതെ വിടുന്നുണ്ട്. അങ്ങനെ കേസിൽ നിന്ന് രോഹിത്ത് ഊരിപ്പോരുന്നുണ്ട് കേട്ടോ. പക്ഷേ കമലയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. ഹരിയെ കോടതി ശിക്ഷിക്കുകയാണ്, റേപ്പിന് കിട്ടുന്ന പരമാവധി ശിക്ഷ തന്നെ കൊടുക്കുന്നുണ്ട് ഹരിക്കും ഫ്രണ്ട്സിനൊക്കെ. കമല വന്നിട്ട് അലീനയുടെ കാല് പിടിക്കുന്നുണ്ട്, മനുവിൻ്റെ കാല് പിടിക്കുന്നത്. മനുവിനോട് പറയുന്നുണ്ട്, നീ ഒന്ന് പറ അലീനയോട് എൻ്റെ മോനെ കൂടി രക്ഷിക്കാൻ. വൈജയന്തിയോടും പറയുന്നുണ്ട്, വൈജയ് ഒന്ന് പറ എൻ്റെ മോനെ കൂടി രക്ഷിക്കാൻ, അവനും ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ രോഹിത്തിനെ രക്ഷിച്ചില്ല അവളോട് പറഞ്ഞിട്ട് എന്നൊക്കെ പറയുമ്പോൾ വൈജയും അതുപോലെ തന്നെ അതായത് മനുവും ബാലചന്ദ്രനൊക്കെ കമലയോട് എതിർക്കുകയാണ്. രോഹിത്ത് തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അവനെ രക്ഷിച്ചത്, അതുകൊണ്ട് മനുവാണ് പറയുന്നത് രോഹിത്ത് തെറ്റ് ചെയ്യാത്തത് കൊണ്ട് രോഹിത്തിനെ രക്ഷിച്ചു, പക്ഷേ ഹരി അങ്ങനെയല്ല എന്ന് പറയണം മനു. എന്നാലും നീ ഒന്ന് പറഞ്ഞു നോക്ക് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ അലീനയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അലീനയുടെ അടുത്ത് സംസാരിക്കാൻ ചെല്ലല്ല, ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനു പറയുമ്പോൾ മനുവേട്ടൻ അറിയാലോ രോഹിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവനെ ഞാൻ രക്ഷിക്കാൻ കൂട്ടുനിന്നത്. പക്ഷേ രോഹിത്ത് തെറ്റ് ചെയ്തിരുന്നു എങ്കിൽ ഒരിക്കലും ഇതിന് ഞാൻ കൂട്ടു നിൽക്കത്തില്ലായിരുന്നു. പക്ഷേ ഹരി അങ്ങനെയല്ല, തെറ്റ് ചെയ്തവനാണ്, അവന് ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമലയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാവുകയാണ്. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, നീ അനുഭവിക്കൂടി, എൻ്റെ മോനെ നിങ്ങളെല്ലാവരും കൂടി കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമല വീണ്ടും അലീനയോട് ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കണം. അങ്ങനെ എന്താണെങ്കിലും അലീനയാണ് രോഹിത്തിനെ രക്ഷിച്ചത് എന്ന് രോഹിത്ത് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രോഹിത്ത് തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് അലീനയോട് മാപ്പ് പറയുന്നുണ്ട്. അപ്പോഴൊന്നും രോഹിത്തിന് അറിയത്തില്ല അലീന തൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന്. പിന്നീട് രോഹിത്ത് തിരിച്ചറിയുന്നുണ്ട് അലീന തൻ്റെ സ്വന്തം ചേച്ചിയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അലീനയോട് കാൽക്കൽ വീണുകൊണ്ട് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണേ ചേച്ചി, ഒന്നും അറിയാതെ ചേച്ചിയോട് ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ചേച്ചി വേണ്ടി വന്നു എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞ് അലീനയോട് കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് രോഹിത്ത്. അതിനുശേഷം രോഹിത്ത് ഒരുപാട് മാറുന്നുണ്ട് കേട്ടോ. അലീന പറയുന്ന ഒരു അനിയനായിട്ട്, അലീന പറയുന്നത് കേൾക്കുന്ന ഒരു അനിയനായിട്ട് മാറുകയാണ്. അലീന എന്ത് പറയുന്നോ അത് മാത്രമാണ് പിന്നീട് രോഹിത്ത് അനുസരിക്കുന്നത്.